ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, 1990കളുടെ തുടക്കത്തിലാണ് SUV മോഡൽ വാഹനങ്ങൾ ലോക വാഹന വിപണിയിലെ പോപ്പുലാരിറ്റിയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്നത്. സ്റ്റാർട്ടിംഗ് സ്കിപ്പ് ചെയ്ത് മെയിൻ ടോപ്പിലേക്ക് കയറാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ SUVകളുടെ ഇൻവെൻഷനിലേക്ക് വലിയ പങ്ക് വഹിച്ചത് നിലവിൽ ഫിയറ്റ് ക്രിസ്ലർ ഓട്ടോമൊബൈൽ ഗ്രൂപ്പിന് കീഴിലുള്ള ജീപ്പ് ബ്രാൻഡുകളാണ്. വാഹന നിർമ്മാണത്തിന്റെ മറ്റൊരു സ്റ്റൈൽ ഓഫ് ബോഡി ബിൽഡിങ്ങിന് അവകാശപ്പെടാൻ കഴിയുന്ന SUV മോഡലുകൾക്ക് ഒരു വലിയ വിഭാഗം ആരാധക വൃന്ദം തന്നെയുണ്ട്. ഒരു ലുക്കിൽ വളരെ സ്റ്റൈലിഷും പെർഫോമൻസും ഓൺ റോഡ് ഓഫ് റോഡ് കേപ്പബിലിറ്റിയും മുഖ്യമന്ത്രിയായ ഈ SUV മോഡലുകൾ ആദ്യകാലങ്ങളിലെ US, ജർമ്മനി, ചൈന പോലുള്ള രാജ്യങ്ങളിലാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്തിരുന്നത്. അന്നും അവരുടെ ഫസ്റ്റ് ചോയ്സുകളിൽ ഒന്ന് SUVകൾ തന്നെയാണ്. 2010 കാലഘട്ടത്തിൽ ഇന്ത്യയിലും പോപ്പുലറായ SUVകൾ 2021 എത്തുമ്പോൾ ഇന്ത്യയിലും ഗ്ലോബലായും ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഒരു സെഗ്മെന്റായി മാറിക്കഴിഞ്ഞു. നിലവിൽ പല പുതിയ കമ്പനികളും അവരുടെ ഇന്ത്യയിലെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ SUV മോഡൽ കാറുകൾ പുറത്തിറക്കിക്കൊണ്ടാണ്. ഹാച്ച്ബാക്ക് കാറുകൾക്കും സെഡാൻ മോഡൽ കാറുകൾക്കും ഒരു കാലത്തുണ്ടായ ജനപ്രീതി ഇപ്പോൾ ഒറ്റയ്ക്ക് വഹിക്കുന്നതും SUV സെഗ്മെന്റുകളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന SUVകൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ കിടക്കാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീപ്പിന്റെ ഗ്രാൻഡ് ചെറോക്കിയെ പറ്റിയാണ്. SUVകളെ പോപ്പുലർ ആകുന്നതിന് വളരെ വലിയ പങ്ക് വഹിച്ച ജീപ്പിന്റെ വളരെ മികച്ച മോഡൽ SUV വാഹനമാണ് ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി. കഴിഞ്ഞ വർഷത്തെ കണക്കുകളിലെ ഗ്ലോബലി 2.7 ലക്ഷം യൂണിറ്റുകൾ വിറ്റുപോയ ഈ SUV ഒരു കണക്ക് എന്ന രീതി പറയുകയാണെങ്കിൽ 1000 യൂണിറ്റുകൾ നിർമ്മിച്ചതിൽ 280 മുകളിൽ യൂണിറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. 3.6 ലിറ്റർ പെട്രോൾ ഹാറ്റഡായി തുടിക്കുന്ന ഈ 5 സീറ്റർ ഓൾ വീൽ ഡ്രൈവ് SUV 3604 cc ഡിസ്പ്ലേസ്മെന്റിൽ 285 bhp പവറും 347 Nm ടോർക്കും പീക്ക് RPMൽ ഉൽപ്പാദിപ്പിക്കുന്നു. 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി 75 ലക്ഷം മുതൽ 1.14 കോടി രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ഡിഫറന്റ് കളർ വേരിയന്റുകളിലായി പുറത്തിറങ്ങുന്നുണ്ട്. വില കൂടിയ SUV വാഹനങ്ങളിലെ കൂടുതൽ വിറ്റഴിക്കുന്ന മോഡലുകൾ ജീപ്പിന്റെ ഈ മോഡൽ കൂടിയുണ്ട്. SUV സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓൺ റോഡിനേക്കാൾ ഓഫ് റോഡ് ഫീച്ചറുകൾക്ക് ആണെന്നിരിക്കെ ആ ഒരു സെഗ്മെന്റിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വാഹന ബ്രാൻഡായത് മറ്റു പല ബ്രാൻഡുകളും സഞ്ചരിക്കാത്ത വഴികളിലൂടെ അല്ലെങ്കിൽ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ജീപ്പ് അവരുടെ വാഹനങ്ങളെ കൊണ്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് മെഴ്സിഡീസ് GLC. ഏറ്റവും ഉയർന്ന വിലയുള്ള SUV വാഹനങ്ങളിൽ, അതായത് ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിലെ പ്രൈസ് റേഞ്ച് വരുന്ന SUVകളിൽ ടോപ്പ് സെല്ലിംഗ് മോഡലാണ് മെഴ്സിഡീസിന്റെ GLC എന്ന് പറയുന്നത്. പ്രതിവർഷം ഏകദേശം 3.5 ലക്ഷം യൂണിറ്റ് കാറുകൾ ഗ്ലോബലി വിറ്റഴിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഒരു 1000 യൂണിറ്റ് അവർ നിർമ്മിച്ചതിൽ 430 മുകളിൽ യൂണിറ്റുകൾ അവർക്ക് വിറ്റഴിക്കാൻ കഴിഞ്ഞു. ടോപ്പ് സെല്ലിംഗ് പ്രീമിയം SUV ആയിട്ടുള്ള മെഴ്സിഡീസ് GLC 60 മുതൽ 70 ലക്ഷം രൂപ വിലയുള്ള ഒരു മോഡലാണ്. 2012 ലോഞ്ച് ചെയ്ത ഈ 5 സീറ്റർ മോഡലിന്റെ സെക്കൻഡ് ജനറേഷനാണ് നിലവിൽ പുറത്തിറങ്ങുന്നത്. പെട്രോൾ, ഡീസൽ, മൈൽഡ് ഹൈബ്രിഡ് മോഡലുകളിൽ പുറത്തിറങ്ങുന്ന GLC ഒരു 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴിയാണ് ട്രാൻസ്മിഷൻ പൂർത്തീകരിക്കുന്നത്. 1950 cc ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പെട്രോൾ എഞ്ചിന് 197 bhp പവറും 320 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുമ്പോൾ 1991 cc ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഡീസൽ എഞ്ചിന് 194 bhp പവറും 400 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വളരെയധികം സ്റ്റൈലിഷ് ആയ SUV മോഡൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് മെഴ്സിഡീസിന്റെ GLC. മുകളിൽ പറഞ്ഞ മോഡലുകൾ ഒരു 50 ലക്ഷത്തിന് മുകളിലുള്ളവയാണ്. നിരവധി കംഫോർട്ട്, സേഫ്റ്റി, പെർഫോമൻസ് ഫീച്ചറുകളുള്ള ഈ മോഡലുകളോട് കട്ടയ്ക്ക് നിൽക്കുന്ന ബ്രാൻഡ് മോഡലുകൾ വേറെ ഉണ്ടെങ്കിലും കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് ഇവരൊക്കെയാണ്. ഇനി SUV സെഗ്മെന്റിൽ കൂടുതൽ സെല്ലിംഗ് നടക്കുന്ന ഒരു പ്രൈസ് റേഞ്ചാണ് 15 ലക്ഷം മുതൽ ഒരു 35 ലക്ഷം വരെയുള്ളത്. SUV ആരാധകർ കൂടുതലും ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. കാരണം ഒരു പരിധിവരെ താങ്ങാനാവുന്ന വിലയും അതിനോട് നീതി പുലർത്തുന്ന പെർഫോമൻസുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഏറ്റവും വിറ്റുപോകുന്ന SUVകൾ ഒരു 15 to 35 വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിന്ന് വരുന്നവയാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് വണ്ടി നിസാന്റെ റോഗാണ്. ജപ്പാൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയായിട്ടുള്ള നിസാന്റെ റോഗ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന SUV മോഡലുകളിൽ ആദ്യ 10 ഇടം പിടിക്കുന്ന ഒരു മോഡലാണ്. 3.5 ലക്ഷം യൂണിറ്റുകൾ ഗ്ലോബലി കഴിഞ്ഞ വർഷം വിൽക്കാനായിട്ട് ഒരു സാങ്കല്പിക കണക്കിൽ 1000 യൂണിറ്റ് നിർമ്മിച്ചതിൽ 390 യൂണിറ്റുകൾ വിറ്റഴിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ തുടിപ്പേകുന്ന റോഗ് 2492 cc ഡിസ്പ്ലേസ്മെന്റിൽ 180 bhp പവറും 200 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി പവർ ട്രാൻസ്മിഷൻ നടത്തുന്ന റോഗ് 22 ലക്ഷം രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള നെക്സ്റ്റ് വണ്ടിയാണ് ഷെവർലെ ഇക്വിനോക്സ്.
ഇന്ത്യയിൽ ഷെവർലെ അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന SUV മോഡലുകളിൽ മുൻപന്തിയിൽ ഒരിടം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. US, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ കസ്റ്റമേഴ്സാണ് അവരുടെ ഈ മോഡലിന് കൂടുതലും താല്പര്യമുള്ളവർ. 3.5 ലക്ഷം യൂണിറ്റിനടുത്ത് ഇഗ്നോക്സ് SUV വേരിയന്റുകൾ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. അതായത് ഒരു 1000 യൂണിറ്റ് കാറുകൾ നിർമ്മിച്ചതിൽ 430 വാഹനങ്ങൾ വിൽക്കാനായിട്ട് അവർക്ക് പറ്റി. 2004 ലോഞ്ച് ചെയ്ത ഈ വാഹനത്തിന്റെ 3rd ജനറേഷനാണ് നിലവിൽ പുറത്തിറങ്ങുന്നത്. 2.0 ലിറ്റർ ടർബോ ചാർജർ ഡീസൽ എഞ്ചിനിൽ പീക്ക് ടോർക്കിൽ 252 bhp പവറും 312 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഇഗ്നോക്സ് ഒരു 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ സഹായത്തോടെയാണ് എഞ്ചിൻ പവറിനെ വീലുകളിലെത്തിക്കുന്നത്. വളരെ മികച്ച SUV മോഡലുകളിലൊന്നായിട്ടുള്ള ഈ മോഡല് ഇന്ത്യൻ രൂപ 20 ലക്ഷം മുതൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ഇന്ത്യയിൽ ഈ വാഹനം പുറത്തിറങ്ങുന്നില്ല. അടുത്ത വണ്ടി മസ്തയുടെ CX-5 ആണ്. 2012 ലോഞ്ച് ചെയ്ത മസ്തയുടെ CX-5ന്റെ 2nd ജനറേഷൻ SUVകളാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കിൽ ഏകദേശം 3.7 ലക്ഷം യൂണിറ്റ് SUVകൾ വിൽക്കാൻ മസ്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച ഈ വാഹനം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്നില്ല കേട്ടോ. മസ്തയ്ക്ക് കൂടുതൽ വേരോട്ടമുള്ള ചൈന, അറബ് രാജ്യങ്ങളിലാണ് ഈ വാഹനം കൂടുതൽ വിൽക്കപ്പെടുന്നത്. 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ 250 bhp പവറും 320 Nm ടോർക്കും പീക്ക് ടോർക്കുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മസ്ത CX-5 20 ലക്ഷം ഇന്ത്യൻ രൂപ മുതൽ മറ്റു രാജ്യങ്ങളിൽ പുറത്തിറങ്ങുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വണ്ടി കിയയുടെ സ്പോർട്ടാഷ് ആണ്. SUV സെഗ്മെന്റുകൾ പോപ്പുലറായി വന്ന സമയമായിട്ടുള്ള 1993 ലോഞ്ച് ചെയ്ത മോഡലാണ് കിയയുടെ സ്പോർട്ടാഷ്. നിലവിൽ 5ാം ജനറേഷൻ SUV ആണ് സ്പോർട്ടാഷിനെ പുറത്തിറങ്ങുന്നത്. ഒരു കൺവെർട്ടബിൾ SUV കൂടിയായിട്ടുള്ള ഈ മോഡല് കഴിഞ്ഞ വർഷം 3.7 ലക്ഷം യൂണിറ്റുകൾ വിറ്റുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. 1000 യൂണിറ്റുകളിൽ 477 യൂണിറ്റുകൾ എന്ന അനുപാതത്തിൽ വിൽപ്പന നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2.0 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ 155 bhp പവറും 192 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന USA സേഫ്റ്റി റേറ്റിംഗിൽ 5 സ്റ്റാർ പോയിന്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ. 25 ലക്ഷം മുതലാണ് ഈ വാഹനത്തിന്റെ വില വരുന്നത്. അടുത്ത വണ്ടി GV ഹാവൽ H6. ചൈനീസ് കമ്പനിയായിട്ടുള്ള ഗ്രേറ്റ് വാൾ മോട്ടോഴ്സിന്റെ മികച്ചൊരു മോഡലാണ് ഹാവൽ H6. ചൈനയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു SUV വാഹനമാണിത്. 3.8 ലക്ഷം യൂണിറ്റുകളാണ് കഴിഞ്ഞ പ്രതിവർഷം ഈ വാഹനത്തിന്റെ വിൽപ്പന നടന്നത്. 2011 ലോഞ്ച് ചെയ്ത ഈ വാഹനത്തിന്റെ 3rd ജനറേഷൻ SUVകളാണ് നിലവിൽ പുറത്തിറങ്ങുന്നത്. ചൈനയിലെ സേഫ്റ്റി റേറ്റിംഗിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ച ഈ മോഡല് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ 1498 cc ഡിസ്പ്ലേസ്മെന്റിന്റെ തുടിപ്പോടെ 159 bhp പവറും 197 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിറ്റഡായി പവർ ഡെലിവറി ചെയ്യുന്ന ഈ വാഹനം ഏറ്റവും കുറഞ്ഞ വിലയുള്ള കൂടുതൽ സെല്ലിംഗ് നടക്കുന്ന ഒരു SUV കാറാണ്. 15 ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ ഇതുവരെ പുറത്തിറങ്ങാത്ത ഈ മോഡലിന്റെ മറ്റു രാജ്യങ്ങളിലെ വിലയെന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള വണ്ടി എന്ന് വെച്ചാൽ നിസാന്റെ കാഷ്കോയി ആണ്. 2006 ലോഞ്ച് ചെയ്ത കാഷ്കോയുടെ 3rd ജനറേഷൻ SUV വാഹനങ്ങളാണ് നിലവിൽ ഗ്ലോബലി ഉള്ളത്. കഴിഞ്ഞ വർഷം 3.80 ലക്ഷം യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 1000 യൂണിറ്റുകളിൽ 500 യൂണിറ്റുകൾ എന്ന അനുപാതത്തിൽ SUVകൾ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 17 മുതൽ 24 ലക്ഷം രൂപ വരെ വിലയുള്ള നിസാൻ കാഷ്കോയ് ചൈനയിലെ ടോപ്പ് സെല്ലിംഗ് കാറുകളിൽ മുൻപന്തി നിൽക്കുന്ന വാഹനമാണ് കേട്ടോ. അടുത്ത വണ്ടി ഹുണ്ടായുടെ ട്യൂസോൺ. 2004 ലോഞ്ച് ചെയ്ത ട്യൂസോണിന്റെ 4th ജനറേഷൻ SUVകളാണ് നിലവിലുള്ളത്. 4.5 ലക്ഷം യൂണിറ്റുകൾ വിറ്റുപോയ ട്യൂസോൺ 1000 യൂണിറ്റുകളിൽ 530 യൂണിറ്റ് എന്ന അനുപാതത്തിൽ SUVകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 22 ലക്ഷം മുതൽ വിലയുള്ള ട്യൂസോൺ ഇന്ത്യയിലും ലഭിക്കുന്ന ഒരു മോഡൽ SUV കൂടിയാണ്. ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ 2.0 ലിറ്റർ പെട്രോൾ 4 സിലിണ്ടർ എഞ്ചിനിൽ 161 bhp പവറും 212 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഈ വാഹനം ഡീസൽ ഹൈബ്രിഡ് ഓപ്ഷനിലും നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ഫോക്സ് വാഗന്റെ ടിഗ്വാൻ. 5.9 ലക്ഷം യൂണിറ്റുകൾ വിൽക്കുന്ന ടിഗ്വാൻ SUV സെല്ലിംഗ് മാർക്കറ്റ് ഷെയറിന്റെ 2% യൂണിറ്റുകളാണ് വിൽക്കുന്നത്. അതായത് അവരുടെ 1000 യൂണിറ്റുകൾ നിർമ്മിച്ചതിൽ 736 യൂണിറ്റുകളും കഴിഞ്ഞ വർഷം വിൽക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന SUVകളിൽ ടോപ്പ് 3യിൽ ഇടം കണ്ടെത്താൻ ടിഗ്വാന് കഴിഞ്ഞു. 34 ലക്ഷം വില വരുന്ന ഈ മോഡൽ നിലവിൽ കമ്പനി പ്രൊഡക്ഷൻ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്ഗ്രേഡ് ചെയ്ത് പുതിയ വേർഷൻ ഈ വർഷം കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ പദ്ധതിയിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി പോകാം. അടുത്തത് ഹോണ്ടയുടെ CR-V പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞ പ്രതിവർഷ കണക്കുകളിൽ 2nd ബെസ്റ്റ് SUV ആയിട്ട് തെരഞ്ഞെടുത്തത് 1995 ലോഞ്ച് ചെയ്ത നിലവിൽ 5ാം ജനറേഷനിൽ പുറത്തിറങ്ങുന്ന ഹോണ്ട CR-V ആണ്. യൂറോപ്യൻ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച ഈ വാഹനം USA പോലുള്ള രാജ്യങ്ങളിലെ കുതിപ്പാണ് ഈ ലിസ്റ്റിൽ ഇടം കണ്ടെത്താനുള്ള കാരണമായത്. ഇന്ത്യയിലും അവൈലബിൾ ആയിട്ടുള്ള ഈ മോഡല് ഇവിടെയും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ വർഷം 7.3 ലക്ഷം യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞ അവർ
പ്രൊഡക്ഷൻ നടത്തിയ 1000 യൂണിറ്റുകളിൽ 811 എന്ന അനുപാതത്തിൽ വാഹനങ്ങൾ വിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. 28 ലക്ഷം മുതൽ പുറത്തിറങ്ങുന്ന CR-V എന്തുകൊണ്ട് മികച്ച ഒരു SUV മോഡൽ കാർ തന്നെയാണ്. അടുത്ത വണ്ടി നമ്മുടെ ടൊയോട്ടയുടെ RAV4 ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളാണ് ടൊയോട്ടയുടെ RAV4. മാർക്കറ്റ് ഷെയറിന്റെ 4% മുതൽ 5% വരെ വിൽപ്പന നടത്തിയ അവർ കഴിഞ്ഞ വർഷം 10 ലക്ഷത്തിനടുത്ത് യൂണിറ്റ് SUV-കൾ വിൽപ്പന നടത്തിയിട്ടു. അതായത് 1000 യൂണിറ്റുകളിൽ 945 യൂണിറ്റുകൾ എന്ന നിരക്കിൽ വാഹനം വിൽക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. 1994 മുതൽ ലോക വാഹന വിപണിയിൽ ശക്തമായ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന RAV4 അതിന്റെ 5th ജനറേഷനാണ് നിലവിലുള്ളത്. USA-ലെ ടോപ്പ് സെല്ലിംഗ് കാറായിട്ടുള്ള RAV4 അറബ് രാജ്യങ്ങളിലും വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്ന മോഡലാണ്. 2.5 ലിറ്റർ അറ്റിക്സൺ സൈക്കിൾ പെട്രോൾ എഞ്ചിനിൽ 176 bhp പവറും 221 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന RAV4 ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് പവർ ട്രാൻസ്മിഷനായിട്ട് ഉപയോഗിക്കുന്നത്. 25 ലക്ഷം മുതൽ ഈ വാഹനം ഗ്ലോബൽ വാഹന വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഗ്ലോബൽ വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന SUV മോഡലാണ് മുകളിൽ പറഞ്ഞ മോഡലുകൾ. ഓക്കെ, ഇതിൽ ചില മോഡലുകൾ ഇന്ത്യയിൽ നിലവിൽ ലഭിക്കുന്നുള്ളൂ കേട്ടോ. ചിലത് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന SUV-കൾ ഏതൊക്കെയെന്ന് ടോസ്പീഡിന്റെ ഡിയർ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. സ്റ്റേ ട്യൂൺ ടോസ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.